തെക്കേ അമേരിക്കൻ വൻകരയുടെ ഹൃദയഭാഗത്ത് ആൻഡീസ് പർവ്വതനിരകൾ പച്ചപ്പിലേക്ക് അലിഞ്ഞിറങ്ങുന്ന ഒരിടമുണ്ട്. ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ. മനുഷ്യന്റെ ഭൂപടങ്ങളിൽ ഇന്നും പൂർണ്ണമായി അടയാളപ്പെടുത്താത്ത രഹസ്യങ്ങളുറങ്ങുന്ന ഒരു ലോകം. ആയിരക്കണക്കിനു വർഷങ്ങളുടെ ഓർമ്മകൾ പേറുന്ന ഭീമാകാരമായ മരങ്ങൾ, അവയുടെ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യരശ്മി, ലക്ഷക്കണക്കിനു ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, ഇതെല്ലാമാണ് ആ ലോകം. വർഷം 1971, ക്രിസ്മസ് കാലം. ലോകം മുഴുവൻ ആഘോഷങ്ങളുടെയും സന്തോഷത്തിന്റെയും തയ്യാറെടുപ്പുകളിലായിരുന്നു. പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ നിന്നും കിഴക്കൻ ആമസോൺ മേഖലയിലെ പുക്കാൽപ എന്ന പട്ടണത്തിലേക്കൊരു വിമാനം പറന്നുയർന്നു. ലാൻസ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 508. അതിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങുന്നവരായിരുന്നു. അവരിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ടായിരുന്നു. അമ്മയോടൊപ്പം അച്ഛന്റെ അടുത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുകയായിരുന്നു അവൾ. വിമാനത്തിന്റെ ചെറിയ ജനലിലൂടെ അവൾ പുറത്തേക്കു നോക്കി. താഴെ പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങൾ. അതിനും താഴെ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പച്ചപ്പിന്റെ ഒരു സമുദ്രം, ആമസോൺ. അവളുടെ അച്ഛനും അമ്മയും പ്രശസ്തരായ സുവോളജിസ്റ്റുകളായിരുന്നതുകൊണ്ടുതന്നെ ആ കാടിന്റെ ഭംഗിയും ഭീകരതയും അവൾക്ക് അപരിചിതമായിരുന്നില്ല. എങ്കിലും ആകാശത്തു നിന്നുള്ള ഈ കാഴ്ച അവളിൽ എപ്പോഴും ഒരത്ഭുതം നിറച്ചു. യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ വിമാനത്തിന്റെ പതിഞ്ഞ മൂളക്കം ഒരു താരാട്ടുപോലെ അവളെ മയക്കിത്തുടങ്ങിയിരുന്നു. എന്നാൽ ആകാശത്തിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. കാടിനും. മനുഷ്യന്റെ സന്തോഷങ്ങൾക്കോ യാത്രകൾക്കോ അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ആകാശത്തിരുണ്ട കാർമേഘങ്ങൾ രൂപം കൊണ്ടു. ശക്തമായ ഒരിടിമിന്നൽ ആകാശത്തെ കീറിമുറിച്ചു. ഒരു നിമിഷം മുൻപുവരെ ശാന്തമായിരുന്ന യാത്ര ഭയത്തിന്റെ നിലവിളികളിലേക്ക് വഴിമാറി. ആകാശത്തിന്റെ നീലിമയിൽ നിന്നും കാടിന്റെ ഇരുണ്ട പച്ചപ്പിലേക്ക് ഒരു വിമാനം ചിറകറ്റു വീണു. 92 പേരിൽ നിന്ന് ഒരാൾ മാത്രം. പ്രകൃതിയുടെ വലിയ നിയമങ്ങൾക്കു മുന്നിൽ ആ പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥ തുടങ്ങുകയായിരുന്നു. കാടിന്റെ മൗനത്തിലേക്ക് ഒറ്റപ്പെട്ട ഒരു ഹൃദയമിടിപ്പ് മാത്രം ബാക്കിയായി. ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബോധം വരുമ്പോൾ ആദ്യം കാതിലേക്ക് വന്നത് ഒരുതരം മൂളലായിരുന്നു. ആയിരക്കണക്കിന് പ്രാണികൾ ഒരുമിച്ച് ചേർന്ന് പാടുന്നതുപോലൊരു ശബ്ദം. അത് കാടിന്റെ ശബ്ദമാണെന്ന് അവൾക്ക് മനസ്സിലായി. പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കൺപോളകൾക്ക് വല്ലാത്ത ഭാരം തോന്നി. തലയ്ക്കു പിന്നിൽ ആരോ ചുറ്റിക കൊണ്ടടിക്കുന്നതുപോലെ ഒരു വേദന. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന പച്ചക്കലർന്ന വെളിച്ചമാണ് ആദ്യം കണ്ടത്. താൻ എവിടെയാണെന്ന് അവൾക്കൊരു നിമിഷം ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനമായി ഓർമ്മയിലുള്ളത് വിമാനത്തിലെ ഭയചകിതമായ നിലവിളികളും അമ്മയുടെ കൈകളിൽ മുറുകെ പിടിച്ചതുമാണ്. പിന്നെ എല്ലാം ഇരുട്ടായിരുന്നു. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശരീരം അനക്കാൻ കഴിയാത്തതുപോലെ തോന്നി. അവൾ വീണ്ടും ചുറ്റും നോക്കി. താൻ കിടക്കുന്നത് നനഞ്ഞ മണ്ണിലാണ്. ചുറ്റും ഇലകളും പന്നൽ ചെടികളും വളർന്നു നിൽക്കുന്നു. തലയ്ക്കു മുകളിൽ ആകാശത്ത് മറച്ച് ഭീമാകാരമായ മരങ്ങൾ. അവൾ പതിയെ കൈകൾ നിലത്തുകുത്തി ശരീരത്തെ ഉയർത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് വലതു കൈയിലെ തോളലിന് താഴെയായി ഒരു കൊളുത്തി വലിക്കുന്ന വേദന അവൾ അറിഞ്ഞത്. അതൊരു പൊട്ടലായിരുന്നുവെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായി. അവൾ കിടന്നിരുന്ന സീറ്റ് ബെൽറ്റ് അപ്പോഴും അരയിൽ മുറുകി കിടന്നിരുന്നു. വിമാനത്തിലെ ഒരു നിര സീറ്റുകളോടൊപ്പമാണ് താൻ താഴേക്ക് പതിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ ആ സീറ്റുകളുടെ കൂട്ടം ഒരു പാരച്യൂട്ട് പോലെ പ്രവർത്തിച്ചിരിക്കാം. താഴെയുള്ള മരങ്ങളുടെ ചില്ലകൾ ആ വീഴ്ചയുടെ ആഘാതം കുറച്ചിരിക്കാം. അതൊരത്ഭുതമായിരുന്നു. അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിളിക്കാനാണ് അവൾക്ക് തോന്നിയത്. അവൾ സീറ്റ് ബെൽറ്റിൽ നിന്ന് സ്വയം മോചിപ്പിച്ചു. കാലിലൊരു ചെരുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണട എവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലുണ്ടായിരുന്നെങ്കിലും ചുറ്റുമുള്ളതൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് നിന്നും. തലയൊന്ന് കറങ്ങുന്നതുപോലെ തോന്നി. ഒരു മരത്തിൽ ചാരി നിന്ന് അവൾ ചുറ്റും കണ്ണോടിച്ചു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. പെട്ടികളും ക്രിസ്മസ് സമ്മാന പൊതികളും മണ്ണിൽ ചിതറി വീണിരുന്നു. പക്ഷേ എവിടെയും ഒരു മനുഷ്യന്റെ അനക്കം പോലും കാണാനില്ലായിരുന്നു. അമ്മേ, അവൾ പതിയെ വിളിച്ചു. ആ ശബ്ദം കാടിന്റെ വലിയ നിശബ്ദതയിൽ ഒന്നുമല്ലാതെ അലിഞ്ഞുപോയി. മറുപടിയായി കേട്ടത് അപരിചിതനായ ഒരു പക്ഷിയുടെ കരച്ചിൽ മാത്രം. അവൾ വീണ്ടും വിളിച്ചു. ആരെങ്കിലുമുണ്ടോ?
ആ വിളിക്ക് ശക്തി കുറവായിരുന്നു. തൊണ്ട വല്ലാതെ വരണ്ടിരുന്നു. അവൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു. ഓരോ മുഖവും അവൾ തിരഞ്ഞു. ഒരുപക്ഷെ മറ്റാരെങ്കിലും ജീവനോടെ ഉണ്ടാകുമോ? ആ ചിന്ത അവൾക്കൊരു ചെറിയ പ്രതീക്ഷ നൽകി. പക്ഷെ അവൾ കണ്ട കാഴ്ചകൾ പലതും വിവരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാടിന്റെ മണ്ണിൽ ജീവിതം അവസാനിച്ചുപോയ മനുഷ്യർ, അവൾക്ക് പരിചയമുള്ള മുഖങ്ങൾ, വിമാനത്തിൽ തൊട്ടടുത്തിരുന്ന് ചിരിച്ചവർ. ആ കാഴ്ചകൾ അവളെ തളർത്തുകയല്ല, മറിച്ച് മരവിപ്പിക്കുകയായിരുന്നു. ഭയത്തേക്കാൾ ഉപരി ഒരുതരം നിർവികാരത അവളെ വന്നു പൊതിഞ്ഞു. ഈ കാടിന്റെ നടുവിൽ തകർന്നുപോയൊരു ലോകത്തിന്റെ ബാക്കിപത്രമായി താൻ മാത്രം. ആ തിരിച്ചറിവ് ഒരു വലിയ ഭാരം പോലെ അവളുടെ ചുമലിൽ വന്നു നിന്നു. അവൾ അമ്മയെ തിരഞ്ഞു. പക്ഷെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അമ്മ മറ്റെവിടെങ്കിലും ജീവനോടെ. ആ ചിന്ത ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ദിവസങ്ങളോളം അവൾ ആ വിമാനാവശിഷ്ടങ്ങൾക്ക് ചുറ്റും നടന്നു. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് തിരഞ്ഞു. ക്രിസ്മസ് കേക്കുകളും പലഹാരങ്ങളും അടങ്ങിയ ചില പൊതികൾ അവൾക്ക് കിട്ടി. അതായിരുന്നു അവളുടെ ആദ്യത്തെ ഭക്ഷണം. ദാഹം മാറ്റാൻ ഇലകളിൽ തങ്ങിനിന്ന മഴവെള്ളം കുടിച്ചു. കാടിനെ അവൾക്ക് ഭയമില്ലായിരുന്നു. കാരണം അവളുടെ ജീവിതം തന്നെ കാടിനോട് ചേർന്നായിരുന്നു. സുവോളജിസ്റ്റുകളായ മാതാപിതാക്കൾക്കൊപ്പം ആമസോൺ വനങ്ങളിൽ അവൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. കാടിന്റെ നിയമങ്ങളെക്കുറിച്ച് അച്ഛൻ അവൾക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഒരിക്കലും കാട്ടിൽ വഴിതെറ്റിയാൽ ഒരിടത്ത് തന്നെ നിൽക്കരുത്. ഏതെങ്കിലും ഒരു അരുവിയെ കണ്ടെത്തുക. ആ അരുവി ഒരു പുഴയിലേക്ക് നിന്നെ എത്തിക്കും. പുഴയുടെ തീരത്തുകൂടെ നടന്നാൽ തീർച്ചയായും മനുഷ്യവാസമുള്ളൊരിടത്തെട്ടും. അച്ഛന്റെ ആ വാക്കുകൾ അവരുടെ മനസ്സിൽ മുഴങ്ങി. അതൊരു വെളിപാട് പോലെയായിരുന്നു. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തനിക്ക് കാട്ടിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ. അവൾ ഒരു തീരുമാനമെടുത്തു. ഒരു അരുവിയെ കണ്ടെത്തുക, എന്നിട്ട് അതിനെ പിന്തുടരുക. വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവൾക്ക് അത്യാവശ്യമെന്ന് തോന്നിയ ഒന്നും കിട്ടിയില്ല. അവളുടെ കൈവശം ആകെയുണ്ടായിരുന്നത് ഒരു കാലിലെ ചെരുപ്പും കീറിപ്പരിഞ്ഞ വസ്ത്രങ്ങളും മാത്രമാണ്. ആദ്യത്തെ ദിവസം അവസാനിക്കാറായി. കാടിനുള്ളിൽ ഇരുട്ട് വളരെ പെട്ടെന്നാണ് പടരുക. മരങ്ങൾക്ക് മുകളിൽ ആകാശം ചുവന്നു തുടങ്ങി. രാത്രിയുടെ ശബ്ദങ്ങൾ പതിയെ സജീവമായി. പകൽ കേട്ട ശബ്ദങ്ങളായിരുന്നില്ല അത്. കൂടുതൽ നിഗൂഢവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതും. അവൾ സുരക്ഷിതമായൊരിടം നോക്കി. ഭാഗ്യത്തിന് വീണുകിടന്ന സീറ്റുകളുടെ ഒരു ഭാഗം ഒരു ചെറിയ ഗുഹ പോലെ രൂപപ്പെട്ടിരുന്നു. അവൾ അതിനടികെ ചുരുണ്ടുകൂടി. തണുപ്പ് അസഹനീയമായിരുന്നു. നനഞ്ഞ മണ്ണിൽ നിന്ന് തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചു കയറി. അന്ന് രാത്രി അവൾ കുറക്കാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും ഓരോ ശബ്ദങ്ങൾ. ഇഴജന്തുക്കൾ ശരീരത്തിലൂടെ ഇഴഞ്ഞുപോകുന്നതുപോലെ അവൾക്ക് തോന്നി. കൊതുകുകളും മറ്റു പ്രാണികളും അവളെ പൊതിഞ്ഞു. ഓരോ കണ്ണുകൾ അടയ്ക്കുമ്പോഴും വിമാനം തകരുന്നതിന്റെ ദൃശ്യങ്ങൾ മനസ്സിലേക്ക് ഇരച്ചുവന്നു. അമ്മയുടെ മുഖം, അവസാനമായി കേട്ട നിലവിളികൾ. പക്ഷെ അവൾ കരഞ്ഞില്ല. കരഞ്ഞിട്ടിനി ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അതിജീവിക്കുക, അതായിരുന്നു അവളുടെ മുന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീണപ്പോൾ അവൾ ആ താൽക്കാലിക അഭയകേന്ദ്രത്തിൽ നിന്നും പുറത്തുവന്നു. ശരീരമാസകലം പ്രാണികൾ കടിച്ച പാടുകളുണ്ടായിരുന്നു. കാലിലെ മുറിവിൽ നിന്ന് ചെറുതായി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം നിന്നു. ഏതു ദിശയിലേക്ക് പോകണം? ഒരു പിടിയുമില്ലായിരുന്നു. എങ്കിലും അച്ഛന്റെ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞു. ഒരു അരുവിയെ കണ്ടെത്തുക. അവൾ നടക്കാൻ തുടങ്ങി, എങ്ങോട്ടെന്നില്ലാതെ. കാടിന്റെ പച്ചപ്പിലേക്ക് അവൾ ഇറങ്ങി. ഓരോ അടിയും ശ്രദ്ധിച്ചു വേണമായിരുന്നു വയ്ക്കാൻ. എവിടെയാണ് പാമ്പുകളോ വിഷച്ചിലന്തികളോ പതിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാലിലെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് ചുള്ളികളും കല്ലുകളും കാലിൽ കൊണ്ടു. ഇടതൂർന്ന വള്ളിച്ചെടികൾ വഴിമുടക്കി. അവൾ കൈകൾ കൊണ്ട് അവയെ വകഞ്ഞുമാറ്റി മുന്നോട്ടു നീങ്ങി. ഇടയ്ക്ക് ദാഹം തോന്നുമ്പോൾ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. കാടിന്റെ ഹൃദയത്തിലൂടെ ഒരു 17കാരിയുടെ ഒറ്റയ്ക്കുള്ള യാത്ര തുടങ്ങുകയായിരുന്നു. ലോകം അവൾ മരിച്ചെന്ന് വിശ്വസിച്ച നിമിഷങ്ങൾ. ദിവസങ്ങൾ കടന്നുപോയി. എത്ര ദിവസമായെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പകലും രാത്രിയും മാറി മാറി വന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന മിഠായി പൊതി എപ്പോഴോ തീർന്നുപോയിരുന്നു. വിശപ്പവളെ വല്ലാതെ അലട്ടി. പക്ഷേ കാട്ടിൽ കാണുന്നതൊന്നും കഴിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. വിഷമുള്ള പഴങ്ങളും ചെടികളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കാഴ്ചശക്തി കുറഞ്ഞതും ഒരു പ്രശ്നമായിരുന്നു. കണ്ണടയില്ലാതെ ദൂരെയുള്ളതൊന്നും വ്യക്തമായിരുന്നില്ല. അവൾ കണ്ടെത്തിയ ചെറിയ അരുവിക്ക് തീരത്തുകൂടെയായിരുന്നു അവളുടെ യാത്ര. ചിലപ്പോൾ വെള്ളത്തിലൂടെ തന്നെ നടക്കേണ്ടി വന്നു. വെള്ളത്തിൽ വിഷപ്പാമ്പുകളും പിരാനകളും ഉണ്ടാകുമെന്ന ഭയമുണ്ടായിരുന്നു. എങ്കിലും പുഴയുടെ തീരത്തേക്കാൾ സുരക്ഷിതം വെള്ളത്തിലൂടെ നടക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി. കാലിലെ മുറിവ് പഴുത്തു തുടങ്ങിയിരുന്നു. അതിൽ പുഴുക്കൾ അരിക്കുന്നുണ്ടായിരുന്നു.
ഓരോ തവണ അത് കാണുമ്പോഴും അവൾക്ക് മനം പുരട്ടാൻ വന്നു. പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കിയില്ല. നടക്കുക, മുന്നോട്ടു മാത്രം. ഒരു ദിവസം അവളൊരത്ഭുതകരമായ കാഴ്ച കണ്ടു. പുഴയുടെ തീരത്ത് മുട്ടയിടാനെത്തിയ ഒരു കൂട്ടം വർണ്ണച്ചിറകുകളുള്ള ചിത്രശലഭങ്ങൾ. അവയുടെ ഭംഗിയിൽ അവൾ ഒരു നിമിഷം എല്ലാം മറന്നുനിന്നു. ഈ ഭീകരതയുടെ നടുവിലും പ്രകൃതി എത്ര മനോഹരമായാണ് നിലനിൽക്കുന്നതെന്ന് അവൾ ഓർത്തു. ആ കാഴ്ച അവൾക്കൊരു പുതിയ ഊർജം നൽകി. താനും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതിജീവിക്കാൻ തനിക്കും കഴിയുമെന്നും. അവൾ യാത്ര തുടർന്നു. രാത്രികളിൽ സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി കിടന്നുറങ്ങി. ചില രാത്രികളിൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ട് അവൾ ഞെട്ടിയുണർന്നു. ജാഗ്വറിന്റെയോ മറ്റു വലിയ മൃഗങ്ങളുടെയോ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഭാഗ്യമെന്നോ അവയൊന്നും അവളെ ആക്രമിക്കാൻ വന്നില്ല. ഒരുപക്ഷേ അവളുടെ മെലിഞ്ഞ ശരീരവും നിശ്ചലമായ കിടപ്പും അവയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. അവൾ ആ കാടിന്റെ ഒരു ഭാഗമായി പതിയെ മാറുകയായിരുന്നു. ഏകദേശം 10ാമത്തെ ദിവസം. അവൾ ക്ഷീണിച്ച അവശനായിരുന്നു. ശരീരത്തിലൊട്ടും ഊർജ്ജമില്ലായിരുന്നുവെന്നവൾക്ക് തോന്നി. മുന്നോട്ടൊരടി പോലും വയ്ക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. അവളൊരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. ഇനിയെല്ലാം അവസാനിക്കുകയാണോ? അവൾ കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് അവൾ ആ ശബ്ദം കേട്ടത്. ഒരു ബോട്ടിന്റെ ശബ്ദം. അതൊരു തോന്നലായിരുന്നു. അവൾ കാതുകൂർപ്പിച്ചു. അതെ, അതൊരു ബോട്ട് തന്നെയാണ്. പ്രതീക്ഷയുടെ ഒരു പുതിയ നാളം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അവൾ സർവ്വശക്തിയും എടുത്തെഴുന്നേറ്റു. ശബ്ദം കേട്ട ദിശയിലേക്ക് അവൾ നടന്നു. അവൾ പുഴയുടെ ഒരു വളവ് തിരിഞ്ഞപ്പോൾ അത് കണ്ടു. ഒരു ചെറിയ മരബോട്ട് പുഴയുടെ തീരത്ത് കെട്ടിയിട്ടിരിക്കുന്നു. അതിനടുത്ത് ഒരു ചെറിയ കുടിലും. മനുഷ്യവാസത്തിന്റെ ആദ്യത്തെ അടയാളം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുടിലിനടുത്തേക്ക് ഓടിച്ചെന്നു. ആരുമില്ല. പക്ഷേ അവിടെ മനുഷ്യർ താമസിച്ചിരുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. കുടിലിനകത്ത് ഒരു പാത്രത്തിൽ അല്പം മണ്ണെണ്ണ അവൾ കണ്ടെത്തു. കാലിലെ മുറിവിലെ പുഴുക്കളെ കളയാൻ അത് സഹായിക്കുമെന്ന് അവൾ ഓർത്തു. അച്ഛൻ പണ്ടു പറഞ്ഞുകൊടുത്ത ഒരു വിദ്യയായിരുന്നു അത്. അവൾ മണ്ണെണ്ണ മുറിവിലൊഴിച്ചു. വേദന കൊണ്ടവൾ പുളഞ്ഞുപോയി. പക്ഷേ 30ഓളം പുഴുക്കൾ ആ മുറിവിൽ നിന്ന് പുറത്തുവന്നു. അന്ന് രാത്രി അവൾ ആ കുടിലിലാണ് കഴിഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഉറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ അവൾ ആരുടെയൊക്കെയോ ശബ്ദം കേട്ടാണ് ഉണർന്നത്. 3 പേർ. മരം വെട്ടുകാരായിരുന്നു അവർ. അവളെ കണ്ടപ്പോൾ അവർ ആദ്യം ഭയന്നു. കാടിന്റെ ആത്മാവാണോ അത് എന്നവർ സംശയിച്ചു. മെലിഞ്ഞുണങ്ങി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ആ രൂപം അവരെ അത്ഭുതപ്പെടുത്തി. അവൾ സ്പാനിഷ് ഭാഷയിൽ അവരോട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അവളെ കണ്ട മരം വെട്ടുകാരുടെ കണ്ണുകളിൽ ഭയവും അത്ഭുതവും ഒരുപോലെ നിഴലിച്ചു. ആമസോൺ കാടുകളുടെ ഉൾപ്രദേശങ്ങളിൽ ജീവിക്കുന്ന അവർക്ക് കാടിന്റേതായ വിശ്വാസങ്ങളും കഥകളുമുണ്ട്. വെള്ളത്തിൽ നിന്നും കയറിവരുന്ന ജലകന്യകമാരുടെ യഗുരുണകളുടെ കഥകൾ അവർ കേട്ടിട്ടുണ്ട്. മെലിഞ്ഞുണങ്ങി സ്വർണ്ണനിറമുള്ള മുടികൾ ജടപിടിച്ച് കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി പുഴയുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപം അങ്ങനെയൊരു സങ്കല്പ കഥാപാത്രമാണെന്നവർ ഒരു നിമിഷം സംശയിച്ചു. അവരുടെ ഭയം കണ്ടിട്ടാവണം അവൾ സംസാരിക്കാൻ ശ്രമിച്ചു. സോയി, ജൂലിയൻ, ഞാൻ ജൂലിയനാണ്. അവളുടെ ശബ്ദം നേർത്ത് ഇടറിയിരുന്നു. ല ചീക്ക ദെൽ അവിയോൺ, വിമാനത്തിലെ പെൺകുട്ടി. അവൾ തകർന്ന വിമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തെ ഭയം പതിയെ അലിഞ്ഞുമാറി പകരം അവിശ്വസനീയമായ ഒരു തിരിച്ചറിവ് വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിമാനം കാടിനു മുകളിൽ വെച്ച് അപ്രത്യക്ഷമായ വാർത്ത റേഡിയോയിലൂടെ അവരും കേട്ടിരുന്നു. അതിലെ യാത്രക്കാരെല്ലാം മരിച്ചുവെന്നാണ് ലോകം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൺമുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി ആ ദുരന്തത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നു. അവരിൽ മുതിർന്നയാൾ മുന്നോട്ടുവന്ന് സ്പാനിഷിൽ അവളോട് കാര്യങ്ങൾ ചോദിച്ചു. അവൾക്ക് നടക്കാൻ പോലും പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ അവർ അവളെ താങ്ങിപ്പിടിച്ച് അവരുടെ ചെറിയ കുടിലിലേക്ക് കൊണ്ടുപോയി. അതൊരു വീടെന്ന് പറയാൻ കഴിയില്ല. മരത്തടികളും ഓലയും കൊണ്ട് നിർമ്മിച്ച ഒരു താൽക്കാലിക ഷെഡ്. പക്ഷേ ആ നിമിഷം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കൊട്ടാരമായിരുന്നു അവൾക്കത്. അവർ അവളെ ഒരു മരപ്പലകയിൽ ഇരുത്തി. മറ്റൊരാൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. 11 ദിവസങ്ങൾക്ക് ശേഷം ഒരു പാത്രത്തിൽ നിന്നും ശുദ്ധജലം കുടിക്കുമ്പോൾ അതവളുടെ വരണ്ട തൊണ്ടയെ മാത്രമല്ല മനസ്സിനെയും തണുപ്പിച്ചു. അവർ അവളുടെ കാലിലെ മുറിവ് പരിശോധിച്ചു. മണ്ണെണ്ണ ഒഴിച്ച് പുഴുക്കളെ പുറത്തെടുത്തെങ്കിലും ആ മുറിവ് വല്ലാതെ പഴുത്തിരുന്നു. അവരിലൊരാൾ കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത എന്തോ പച്ചിലകൾ അരച്ച് ആ മുറിവിൽ വെച്ചുകെട്ടി. അതിന്റെ നീട്ടിൽ വേദനയുണ്ടാക്കിയെങ്കിലും
അതൊരാശ്വാസമാണെന്ന് അവളുടെ ശരീരം പറയുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം അടുപ്പിൽ നിന്നും ഒരുതരം ഗന്ധമുയർന്നു. അവർ അവൾക്കായി എന്തോ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. പുഴയിൽ നിന്നും പിടിച്ച മീനും കാട്ടിൽ നിന്ന് പറിച്ച കിഴങ്ങും ചേർത്ത ഒരുതരം സൂപ്പ്. ഒരു മൺപാത്രത്തിൽ അവർ അത് അവൾക്ക് നേരെ നീട്ടി. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ സ്പൂൺ വായിലേക്ക് വെച്ചപ്പോൾ ആ ചൂടും രുചിയും അവളുടെ ശരീരത്തിലൂടെ ഒരു പ്രവാഹം പോലെ കടന്നുപോയി. ദിവസങ്ങളായി വിശന്നുപൊരിഞ്ഞ വയറ്റിലേക്ക് ആഹാരമെത്തിയപ്പോൾ അതൊരു പുതിയ ജീവൻ നൽകുന്നതുപോലെ അവൾക്ക് തോന്നി. അവൾ ആ പാത്രം മുഴുവൻ കഴിച്ചു തീർത്തു. അതിനുശേഷം അവർ നൽകിയ പഴവും കഴിച്ചു. ക്ഷീണം അവളെ കീഴടക്കി തുടങ്ങിയിരുന്നു. ആ മരം വെട്ടുകാർ അവൾക്ക് കിടക്കാനായി ഒരു തുണി വിരിച്ചുകൊടുത്തു. ആ കുടിലിന്റെ സുരക്ഷിതത്വത്തിൽ, മനുഷ്യരുടെ സാമീപ്യത്തിൽ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾ ഒന്നും പേടിക്കാതെ കണ്ണുകളടച്ചു. പിറ്റേന്ന് രാവിലെ ബോട്ടിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത്. അവർ അവളെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ യാത്ര ഏകദേശം 7 മണിക്കൂർ നീളുമെന്നവർ പറഞ്ഞു. അവർ അവളെ താങ്ങി ബോട്ടിൽ കയറ്റി. പഴയതും ചെറുതുമായ ഒരു മോട്ടോർ ബോട്ടായിരുന്നു അത്. പുഴയുടെ കുത്തൊഴുക്കിനെതിരെ ബോട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ദിവസങ്ങളോളം താൻ നടന്നു തീർത്ത പുഴയുടെ തീരങ്ങൾ ഇപ്പോൾ ബോട്ടിന്റെ വേഗത്തിൽ പിന്നോട്ട് ഓടിമറയുന്നത് അവൾ കണ്ടു. ഇത്തവണ അവൾ പുഴയെ നോക്കിയത് ഭയത്തോടെ അല്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുഴയായിരുന്നു അവളുടെ വഴികാട്ടി. ഇപ്പോൾ ഇതേ പുഴ അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. പുഴയുടെ ഇരുകരകളിലുമുള്ള വൻമരങ്ങളെ അവൾ നോക്കി. അവയുടെ ഉയരവും വലുപ്പവും അവളെ വീണ്ടും അത്ഭുതപ്പെടുത്തി. അവ എത്രയെത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാവാം, എത്രയെത്ര ജീവികൾക്ക് അഭയം നൽകുന്നുണ്ടാവാം. തന്നെപ്പോലെ എത്ര പേർ ഈ കാടിന്റെ മൗനത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവാം. അവളുടെ ചിന്തകൾ കാടുകയറി. താൻ അതിജീവിച്ചു. പക്ഷേ താൻ മാത്രമെന്തിന് അതിജീവിച്ചു എന്ന ചോദ്യം ഒരു വേദനയായി ഉള്ളിൽ നിറഞ്ഞു. അമ്മയുടെ മുഖം വീണ്ടും ഓർമ്മയിൽ വന്നു. ബോട്ട് മുന്നോട്ടു പോകുന്തോറും കാടിന്റെ രൂപം മാറുന്നത് അവൾ ശ്രദ്ധിച്ചു. ഇടതൂർന്ന വലങ്ങൾക്കിടയിൽ മനുഷ്യർ താമസിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ചെറിയ കൃഷിയിടങ്ങൾ, ഒറ്റപ്പെട്ട വീടുകൾ. അടുവിൽ ബോട്ടൊരു ചെറിയ ഗ്രാമത്തിന്റെ ജെട്ടിയിൽ അടുത്തപ്പോൾ കരയിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവൾ കണ്ടു. ടൂർണ വിസ്റ്റ എന്നായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര്. അവളെയും കൊണ്ട് മരം വെട്ടുകാർ കരയിലേക്ക് ഇറങ്ങുമ്പോൾ ഗ്രാമവാസികൾ അത് അത്ഭുതത്തോടെയും സഹതാപത്തോടെയും അവളെ നോക്കി. വാർത്ത ഇതിനോടകം അവിടെ എത്തിയിരുന്നു. അവിടുത്തെ ഒരു ചെറിയ ക്ലിനിക്കിലേക്കാണ് അവളെ ആദ്യം കൊണ്ടുപോയത്. പ്രാഥമിക ചികിത്സ നൽകുന്ന ഒരു കേന്ദ്രം. ഒരു മിഷണറി പ്രവർത്തകനായ നഴ്സാണ് അവളെ പരിശോധിച്ചത്. അവളുടെ ശരീരത്തിൽ 50ഓളം വരുന്ന പ്രാണികളുടെ കടിയേറ്റ പാടുകൾ അവർ വൃത്തിയാക്കി. തോളലിലെ പൊട്ടലും കാലിലെ ആഴത്തിലുള്ള മുറിവും ഗുരുതരമായിരുന്നു. അവർ അവൾക്ക് വേദനസംഹാരികളും ആന്റിബയോട്ടിക്കുകളും നൽകി. വർഷങ്ങൾക്കിപ്പുറം ഒരു ഡോക്ടറെ കാണുന്നതുപോലെയായിരുന്നു അവൾക്ക് ആ നിമിഷം. അവിടെ നിന്നും ആരോ റേഡിയോ വഴി അടുത്തുള്ള വലിയ പട്ടണമായ പുക്കാൽപയിലേക്ക് സന്ദേശമയച്ചു. ലാൻസ 508 വിമാനത്തിലെ ഒരു യാത്രികയെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു. ആ വാർത്ത ആദ്യമാരും വിശ്വസിച്ചില്ല. പത്രങ്ങളും അധികാരികളും അതൊരു വ്യാജ വാർത്തയായി തള്ളിക്കളഞ്ഞു. കാരണം 11 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ആരും ജീവനോടെയില്ലെന്ന നിഗമനത്തിൽ തിരച്ചിൽ സംഘം ഔദ്യോഗികമായി പിരിഞ്ഞുപോയിരുന്നു. എന്നാൽ ടൂർണ വിസ്റ്റയിൽ നിന്നും വീണ്ടും സന്ദേശങ്ങൾ പ്രവഹിച്ചു. അടുവിലൊരു പൈലറ്റ് സ്വന്തം താൽപര്യപ്രകാരം ഒരു ചെറിയ വിമാനത്തിൽ അങ്ങോട്ട് പറക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷേ അതൊരു സത്യമാണെങ്കിലോ? അതേസമയം പുക്കാൽപേയിൽ ജൂലിയന്റെ അച്ഛൻ ഹാൻസ് വിൽഹം കോപ്കെ തകർന്ന ഹൃദയവുമായി ഇരിക്കുകയായിരുന്നു. പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നിട്ടും പ്രകൃതിയുടെ നിയമങ്ങളെക്കുറിച്ച് ആഴത്തിലറിഞ്ഞാലും സ്വന്തം മകളും ഭാര്യയും നഷ്ടപ്പെട്ടുവെന്ന സത്യവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തിരച്ചിൽ സംഘത്തോടൊപ്പം ദിവസങ്ങളോളം അദ്ദേഹം കാടരിച്ചു പെറുക്കി. ഓരോ വിമാനാവശിഷ്ടം കാണുമ്പോഴും അതൊരു പ്രതീക്ഷയുടെ തുരുത്താണെന്ന് അദ്ദേഹം കരുതി. അടുവിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് അദ്ദേഹം തിരികെ പുക്കാൽപയിലെത്തി. അപ്പോഴാണ് ആ സന്ദേശം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ജൂലിയൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ. ആദ്യം അദ്ദേഹത്തിനും അത് വിശ്വസിക്കാനായില്ല. അതൊരു ക്രൂരമായ തമാശയാണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ പിന്നീട് കൂടുതൽ വിവരങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. ടൂർണവിസ്റ്റയിലേക്ക് പറന്ന പൈലറ്റ് അവിടെ എത്തി ജൂലിയനെ കണ്ടപ്പോൾ, അവളുടെ വിവരണം കേട്ടപ്പോൾ അത് തകർന്ന വിമാനത്തിലെ യാത്രിക തന്നെയാണെന്ന് അയാൾക്കുറപ്പായി. അധികം വൈകാതെ അവളെ പുക്കാൽപയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വിമാനമെത്തി. വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു ക്രിസ്മസ് കാലത്ത് അമ്മയോടൊപ്പം യാത്ര തിരിച്ച അതേ ആകാശത്തിലൂടെ അവൾ വീണ്ടും പറന്നു. താഴെ അതേ പച്ചക്കടൽ, ആമസോൺ. പക്ഷേ ഇപ്പോൾ അതിനെ നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ അത്ഭുതമായിരുന്നു, ഭയമായിരുന്നില്ല. അതൊരു തരം തിരിച്ചറിവായിരുന്നു. താൻ കീഴടക്കിയ, എന്നാൽ തന്നെ കീഴടക്കിയ ആ വലിയ ലോകത്തോടുള്ള ഒരുതരം ആദരവ്. പുക്കാൽപയിലെ എയർപോർട്ടിൽ വിമാനമിറങ്ങുമ്പോൾ അവളെ കാത്ത് ഡോക്ടർമാരും പത്രക്കാരുമൊക്കെ അവളുടെ അക്ഷരമുണ്ടായിരുന്നു. വിമാനത്തിന്റെ വാതിൽ തുറന്ന് സ്ട്രെച്ചറിൽ അവളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും അദ്ദേഹം മുന്നോട്ടു വന്നു.
മെലിഞ്ഞുണങ്ങി തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള രൂപത്തിൽ കിടക്കുന്ന സ്വന്തം മകളെ കണ്ടപ്പോൾ ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ മുടിയിൽ പതിയെ തലോടി. ജൂലിയൻ എന്ന് വിളിക്കേട്ട് അവൾ കണ്ണുകൾ തുറന്നു. അച്ഛനെ കണ്ടപ്പോൾ ഇത്രയും ദിവസം അടക്കിവെച്ച സങ്കടങ്ങളെല്ലാം ഒരണക്കെട്ട് പൊട്ടിയതുപോലെ പുറത്തേക്ക് വന്നു. അവൾ ആദ്യമായി കരഞ്ഞു. ആ കണ്ണുനീർ അതിജീവനത്തിന്റെ വേദനയും സന്തോഷവും ഒരുപോലെ കലർന്നതായിരുന്നു. പുക്കാൽപ്പയിലെ ആശുപത്രിയിലെ വെളുത്ത മുറിയിൽ മരുന്നുകളുടെ ഗന്ധം അവളെ പൊതിഞ്ഞു. ദിവസങ്ങളോളം കാടിന്റെ പച്ചപ്പും നനഞ്ഞ മണ്ണിന്റെയും ഇലകളുടെയും ഗന്ധം മാത്രം ശീലിച്ചവൾക്ക് ആ ലോകം തീർത്തും അപരിചിതമായി തോന്നി. അവളുടെ ശരീരം ഡോക്ടർമാരുടെ പരിചരണത്തിലായിരുന്നു. തോളലിലെ പൊട്ടൽ പ്ലാസ്റ്ററിട്ടു. കാലിലെ മുറിവ് ദിവസവും വൃത്തിയാക്കി മരുന്നുവെച്ചു. ശരീരത്തിലെ ഓരോ മുറിപ്പാടും ഓരോ കടിയേറ്റ പാടും കഴിഞ്ഞുപോയ 11 ദിവസങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളായി അവശേഷിച്ചു. അവളുടെ അച്ഛൻ ഹാൻസ് ഒരു നിമിഷം പോലും അവളെ വിട്ടുപിരിഞ്ഞില്ല. ആ ആശുപത്രി മുറിയുടെ ജനലിനരികിലിരുന്ന് അദ്ദേഹം ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്ത് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നിരിക്കാം. മകളെ ജീവനോടെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഒരു വശത്ത്, പ്രിയപ്പെട്ട ഭാര്യയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിന്റെ വേദന മറുവശത്ത്. ഈ 2 യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു നൂൽപ്പാലത്തിലെന്ന പോലെ നിന്നു. ജൂലിയനും അധികം സംസാരിച്ചില്ല. അവളുടെ ഉള്ളിൽ വാക്കുകളേക്കാൾ വലിയൊരു കടലിരുമ്പുന്നുണ്ടായിരുന്നു. കാടിന്റെ നിശബ്ദതയിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യരുടെ ലോകത്ത് ആളുകളുടെയും ശബ്ദങ്ങളുടെയും നടുവിൽ അവൾക്ക് കൂടുതൽ ഒറ്റപ്പെടൽ തോന്നി. പത്രപ്രവർത്തകർ ആശുപത്രിക്ക് പുറത്ത് തമ്പടച്ചിരുന്നു. കാട്ടിലെ അത്ഭുതബാലികയുടെ കഥ ലോകം മുഴുവൻ അറിഞ്ഞിരുന്നു. അവളുടെ ചിത്രം പത്രങ്ങളുടെ 1-ാം പേജിൽ വന്നു. അവളുടെ അതിജീവനത്തിന്റെ കഥ പലരും പല രീതിയിൽ മെനഞ്ഞു. ചിലരതൊരു ദൈവീകമായ ഇടപെടലായി കണ്ടു. മറ്റു ചിലർ അവളുടെ കാടിനെക്കുറിച്ചുള്ള അറിവും ധൈര്യവും കൊണ്ടുണ്ടായതാണെന്ന് വാദിച്ചു. പക്ഷേ ജൂലിയൻ അതൊന്നും ഒരു അത്ഭുതമായി തോന്നിയില്ല. ഓരോ നിമിഷവും അവൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഒരേ ഒരു ചോദ്യമായിരുന്നു: എന്തിന് ഞാൻ മാത്രം? 91 പേർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് തനിക്കുണ്ടായിരുന്നത്? വിമാനത്തിൽ അമ്മയുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ആ കൈ എപ്പോഴാണ് തന്നിൽ നിന്ന് വേർപെട്ടുപോയതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷേ താൻ അമ്മയുടെ കൈ വിട്ടില്ലായിരുന്നുവെങ്കിലോ? അങ്ങനെ ഒരു ചിന്ത അവളെ വേട്ടയാടി. അതിജീവിച്ചവന്റെ കുറ്റബോധം അഥവാ സർവൈവേഴ്സ് ഗിൽട്ട് എന്ന മനഃശാസ്ത്രപരമായ അവസ്ഥയെക്കുറിച്ചൊന്നും അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ആ വേദന അവൾ ആഴത്തിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ അവളുടെ കിടക്കയുടെ അരികിൽ വന്നിരുന്നു. അദ്ദേഹം അവളുടെ കൈയിൽ പതിയെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ നിന്റെ അമ്മയെ കണ്ടെത്തി മോളെ. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് അവളുടെ കാതുകളിൽ പതിച്ചത്. ഇത്രയും ദിവസം അമ്മ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകുമെന്ന ഒരു നേരിയ പ്രതീക്ഷ അവളുടെ ഉള്ളിനുള്ളിൽ അവശേഷിച്ചിരുന്നു. ആ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയുമാണ് ആ വാക്കുകളിലൂടെ ഇല്ലാതായത്. പക്ഷേ അവൾ കരഞ്ഞില്ല. മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും വന്നില്ല. അവൾ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിസ്സഹായതയുടെയും വേദനയുടെയും ഒരു കടലുണ്ടായിരുന്നു. അച്ഛൻ തുടർന്നു, അമ്മയ്ക്ക് അധികം വേദനിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ. അദ്ദേഹം വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. ആ നിമിഷം ജൂലിയൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. ഇനി കരയില്ല. അമ്മ ധീരയായ ഒരു സ്ത്രീയായിരുന്നു. കാടിനെയും ജീവിതത്തെയും ഒരുപോലെ സ്നേഹിച്ചവൾ. അവരുടെ മകൾ തളർന്നുപോകാൻ പാടില്ല. അവൾ അച്ഛന്റെ കൈയിൽ മുറുകെ പിടിച്ചു. അതൊരു വാക്കുകൊടുക്കൽ പോലെയായിരുന്നു, താൻ തളരില്ല എന്ന വാക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ വന്നവളെ ചോദ്യം ചെയ്തു. വിമാനം തകരുന്നതിനു മുൻപ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയണമായിരുന്നു. അവളുടെ ഓർമ്മകൾക്ക് മങ്ങലുണ്ടായിരുന്നു. എങ്കിലും അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ശക്തമായ ഇടിമിന്നൽ, വിമാനത്തിന്റെ ചിറകിന് തീപിടിച്ചത്, ആളുകളുടെ നിലവിളി. താഴേക്ക് പതിക്കുമ്പോൾ കാടിന്റെ പച്ചപ്പൊരു ഭീമാകാരമായ തിരമാല പോലെ മുകളിലേക്ക് വരുന്നത്. അവളുടെ വിവരങ്ങൾ അപകടന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അവരെ സഹായിച്ചു. ലാൻസ ഫ്ലൈറ്റ് 508 തകർന്നത് ഒരു ഇടിമിന്നലേക്കാണെന്ന് ലോകം സ്ഥിരീകരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ മുറിവുകൾ ഉണങ്ങിത്തുടങ്ങി. അവൾക്ക് പതിയെ നടക്കാൻ സാധിച്ചു. ആശുപത്രിയുടെ വരാന്തയിലൂടെ അച്ഛന്റെ കൈപിടിച്ചവൾ നടക്കുമ്പോൾ പുറത്തു കാത്തുനിന്ന ക്യാമറകൾ ഒരുമിച്ചു മിന്നി. അവൾ പക്ഷെ ആരുടെ മുഖത്തും നോക്കിയില്ല. അവളുടെ കണ്ണുകൾ ദൂരെ ആകാശത്തിൽ മാത്രമായിരുന്നു. താൻ പറന്ന അതേ ആകാശം, അമ്മയെ തന്നിൽ നിന്ന് വേർപെടുത്തിയ അതേ ആകാശം. ഒരു ഘട്ടത്തിൽ വിമാനവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയ പാത്രങ്ങൾ തിരിച്ചറിയാനായി അവളെ കൊണ്ടുപോയി. ചിതറിപ്പോയ ജീവിതങ്ങളുടെ ബാക്കിപത്രങ്ങൾ, ബാഗുകൾ, വസ്ത്രങ്ങൾ,
പുസ്തകങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ. ഓരോന്നും ഓരോ കഥ പറയുന്നുണ്ടായിരുന്നു. അവയ്ക്കിടയിൽ അമ്മയുടെ ഹാൻഡ് ബാഗ് അവൾ തിരിച്ചറിഞ്ഞു. അതിനകത്ത് അമ്മയുടെ ചെറിയ കണ്ണടയും ഒരു നോട്ടുപുസ്തകവും ഉണ്ടായിരുന്നു. ആ നോട്ടുപുസ്തകത്തിന്റെ താളുകളിൽ ചെടികളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവൾ ആ പുസ്തകം നെഞ്ചോട് ചേർത്തു പിടിച്ചു. അതായിരുന്നു അമ്മയുടെ അവസാനത്തെ ഓർമ്മ. ആശുപത്രിവാസം കഴിഞ്ഞ് അവളും അച്ഛനും അവരുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അതൊരു സാധാരണ വീട്ടിലേക്കുള്ള മടക്കമായിരുന്നില്ല. ആ വീട്ടിലെ ഓരോ കോണിലും അമ്മയുടെ ഓർമ്മകൾ തങ്ങി നിന്നായിരുന്നു. അമ്മയുടെ പുസ്തകങ്ങൾ, അമ്മ നട്ടുവളർത്തിയ ചെടികൾ, അമ്മയുടെ എഴുത്തുമേശ എല്ലാം ഒരു ശൂന്യതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. രാത്രികളിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടയ്ക്കുമ്പോൾ കാടിന്റെ ഇരുട്ടും വിമാനത്തിന്റെ ഇരമ്പലും മനസ്സിലേക്ക് വരും. ജാഗ്വറിന്റെ മുരൾച്ച, ഇഴജന്തുക്കൾ ശരീരത്തിലൂടെ പോകുന്നതുപോലെയുള്ള തോന്നൽ. ആ 11 ദിവസങ്ങൾ ഒരു പേടി സ്വപ്നം പോലെ അവളെ പിന്തുടർന്നു. അവളൊരു സുവോളജിസ്റ്റാകാൻ പഠിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാണികളെയും ചെറിയ ജീവികളെയും കാണുമ്പോൾ അവൾക്ക് ഭയമായി. കാടിന്റെ മകളായി വളർന്ന ഒരു പെൺകുട്ടിക്ക് കാടിനെ ഭയക്കേണ്ടി വരിക, അതൊരു വിരോധാഭാസമായിരുന്നു. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ അച്ഛൻ അവളെയും കൂട്ടി ജർമ്മനിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പെറുവിലെ ജീവിതം ഇനിയും അവളെ ആ ഓർമ്മകളിൽ തളച്ചിടുമെന്ന് അദ്ദേഹം ഭയന്നു. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ജീവിതം, അതായിരുന്നു അവർക്കാവശ്യം. ജർമ്മനിയിലെത്തിയപ്പോൾ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറി. അവൾ പഠനം തുടർന്നു. സുവോളജിയിൽ ബിരുദവും ഡോക്ടറേറ്റും നേടി. അവൾ മനഃപൂർവ്വം കാടിന്റെ ഓർമ്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചു. വവ്വാനുകളെക്കുറിച്ചായിരുന്നു അവളുടെ ഗവേഷണം. ആമസോൺ കാടുകളിലെ ഭീമാകാരമായ മരങ്ങളിലും ഇരുണ്ട ഗുഹകളിലും ജീവിക്കുന്ന വവ്വാലുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൾ അറിയാതെ തന്റെ ഭൂതകാലത്തിലേക്ക് വീണ്ടും സഞ്ചരിക്കുകയായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ജൂലിയൻ കോപ്കെ എന്ന പേര് ലോകം പതിയെ മറന്നു തുടങ്ങി. അത്ഭുതബാലികയുടെ കഥ പഴയ പത്രത്താളുകളിൽ ഒതുങ്ങിക്കൂടി. അവൾ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. വിവാഹം കഴിച്ചു, ഒരു ശാസ്ത്രജ്ഞയായി ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ അവളുടെ ഉള്ളിലെവിടെയോ ആമസോൺ മഴക്കാടുകൾ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ആ 11 ദിവസത്തെ യാത്ര പൂർണ്ണമായിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. എന്തോ ഒന്ന് ബാക്കി വെച്ചിട്ടാണ് താനെന്നാ കാടിറങ്ങിയത്. അവളൊരു തീരുമാനമെടുത്തു. താൻ എവിടെ നിന്നാണോ ജീവിതം തിരിച്ചുപിടിച്ചത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോവുക, ആമസോൺ കാടുകളിലേക്ക്. തന്റെ ഭയത്തെ നേരിടാൻ. തകർന്നു വീണ ലാൻസ ഫ്ലൈറ്റ് 508ന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെയുണ്ടെന്നവൾക്ക് അറിയാമായിരുന്നു. അതൊരു തീർത്ഥയാത്ര പോലെയായിരുന്നു, ഭൂതകാലത്തിലേക്കുള്ള ഒരു യാത്ര. ഒരു ഡോക്യുമെന്ററി സംഘത്തോടൊപ്പം അവൾ വീണ്ടും പെറുവിലെത്തി. പുക്കാൽപ്പയിൽ നിന്ന് അതേ പുഴയിലൂടെ അവർ യാത്ര തിരിച്ചു. വർഷങ്ങൾക്കിപ്പുറം അതേ പുഴ, അതേ കാട്. പക്ഷേ കാഴ്ചകൾക്ക് മാറ്റം വന്നിരുന്നു. മരംവെട്ടും ഖനനവും കാടിന്റെ മുഖച്ഛായ മാറ്റിയിരുന്നു. അവൾ നടന്നുപോയ പല വഴികളും ഇല്ലാതായിരുന്നു. ഒടുവിൽ ഗൈഡുകളുടെ സഹായത്തോടെ അവൾ ആ സ്ഥലം കണ്ടെത്തി. വിമാനം തകർന്നു വീണ അതേയിടം. 20 വർഷങ്ങൾക്കിപ്പുറവും ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ചിതറിക്കിടന്നിരുന്നു. കാടതിനെ പതിയെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു. വിമാനത്തിന്റെ ചിറകുകളിൽ പന്നൽ ചെടികൾ വളർന്നിരുന്നു. സീറ്റുകൾക്കിടയിലൂടെ മരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നിരുന്നു. അവൾ ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു. ഓരോ ചുവടും വർഷങ്ങൾക്ക് മുൻപുള്ള ആ 17കാരിയുടെ ഓർമ്മകളിലേക്കായിരുന്നു. അവളിരുന്ന സീറ്റുകളുടെ നിര അവൾ കണ്ടെത്തി. അത്ഭുതം, അതിപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവൾ അതിനരികിലിരുന്നു. കണ്ണുകളടച്ചു. കാടിന്റെ അതേ ശബ്ദം, പ്രാണികളുടെ അതേ മൂളൽ. പക്ഷേ ഇത്തവണ അവളുടെ മനസ്സിൽ ഭയമുണ്ടായിരുന്നില്ല. പകരം ഒരുതരം ശാന്തതയായിരുന്നു. താൻ വീട്ടിൽ തിരിച്ചെത്തിയതുപോലൊരു തോന്നൽ, താൻ ഈ കാടിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ്. അന്ന് ആ കാടിന്റെ മൗനത്തിലിരുന്ന് അവൾ തന്റെ ഭൂതകാലത്തോട് യാത്ര പറഞ്ഞു. തന്റെ ഭയങ്ങളെ അവിടെ ഉപേക്ഷിച്ചു. ആ ദുരന്തത്തിൽ മരിച്ചുപോയ 91 പേർക്കും അവൾ മനസ്സുകൊണ്ട് വിട നൽകി. അതൊരവസാനമായിരുന്നില്ല, അതൊരു പുതിയ തുടക്കമായിരുന്നു. തന്റെ കഥ അവൾ ആരോടും അധികം പങ്കുവച്ചില്ല. അതൊരു സ്വകാര്യമായ വേദനയായി അല്ലെങ്കിൽ ഒരു ശക്തിയായി അവൾ ഉള്ളിൽ സൂക്ഷിച്ചു. പക്ഷേ ലോകമത് മറക്കാൻ തയ്യാറായിരുന്നില്ല. പത്രപ്രവർത്തകരും സിനിമാക്കാരും അവളെ തേടിയെത്തിക്കൊണ്ടിരുന്നു. പലരും അവളുടെ കഥയ്ക്ക് വലിയ വില പറഞ്ഞു. അതിനെ ഒരു ഹോളിവുഡ് ആക്ഷൻ സിനിമയാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ജൂലിയൻ അതിനൊന്നും വഴങ്ങിയില്ല. അവളുടെ അതിജീവന ഒരു വിനോദോപാധിയായി മാറ്റാൻ അവൾ ആഗ്രഹിച്ചില്ല. അതൊരു കച്ചവടക്കഥയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവൾ വിശ്വസിച്ചു. വർഷങ്ങൾക്കിപ്പുറം പ്രശസ്തനായ സിനിമാ സംവിധായകൻ വെർണർ ഹെർസോഗ് അവളെ സമീപിച്ചു. ഹെർസോഗിന് ഈ കഥയിലൊരു വ്യക്തിപരമായ താൽപ്പര്യം കൂടിയുണ്ടായിരുന്നു. കാരണം 1971 അതേ ലാൻസ ഫ്ലൈറ്റ് 508 യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്ത ഒരാളായിരുന്നു ഹെർസോഗും. അവസാന നിമിഷം യാത്ര റദ്ദായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ടുതന്നെ ജൂലിയന്റെ അതിജീവനം അദ്ദേഹത്തിന് വെറുമൊരു കഥയായിരുന്നില്ല. ജൂലിയൻ അദ്ദേഹവുമായി സംസാരിക്കാൻ തയ്യാറായി. കാരണം ഹെർസോഗ് ആ കഥയെ സമീപിച്ചത് അതിന്റെ തീവ്രതയോടും സത്യസന്ധതയോടും കൂടിയായിരുന്നു.
അങ്ങനെ വിങ്സ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പിറന്നു. ആ ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിനായി ജൂലിയൻ വീണ്ടും ആമസോണിലേക്ക് യാത്രയായി. ഇത്തവണ അവൾ തനിച്ചായിരുന്നില്ല. ഹെർസോഗും അദ്ദേഹത്തിന്റെ സ്യോമച്ചനെ സംഘവും കൂടെയുണ്ടായിരുന്നു. അവൾ വീണ്ടും ആ വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നു. ക്യാമറയ്ക്ക് മുന്നിൽ അവൾ തന്റെ ഓർമ്മകൾ പങ്കുവച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും അവൾ ഓർത്തെടുത്തു. വിശപ്പ്, വേദന, ഭയം, പ്രതീക്ഷ. ആ 11 ദിവസത്തെ യാത്ര അവൾ വാക്കുകളിലൂടെ പുനരാവിഷ്കരിച്ചു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല, ശബ്ദമിടറിയിരുന്നില്ല. പകരം ഒരുതരം ശാന്തതയായിരുന്നു ആ മുഖത്ത്. താൻ അനുഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവൾ ആ കഥ ലോകത്തോട് പറഞ്ഞു. ആ യാത്രയിൽ അവൾക്ക് മറ്റൊരാഗ്രഹം കൂടിയുണ്ടായിരുന്നു. തന്നെ കണ്ടെത്തിയ ആ 3 മരംവെട്ടുകാരെ ഒന്നുകൂടി കാണണം. അവരെ കണ്ടെത്തിയ ആ കുടിലിലേക്ക് ഒന്നുകൂടി പോകണം. കാലം ഒരുപാട് മാറിയിരുന്നു. ടൂർനവിസ്റ്റ എന്ന ആ ചെറിയ ഗ്രാമം കുറച്ചുകൂടി വലുതായിരുന്നു. പഴയ പല മുഖങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണങ്ങൾക്കൊടുവിൽ അവരിൽ ഒരാളെ അവർ കണ്ടെത്തി. അയാൾക്ക് പ്രായമായിരുന്നു, മുടി നരച്ചിരുന്നു. അവരെ കണ്ടപ്പോൾ ആദ്യം അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇത് ഞാനാണ്, ജൂലിയൻ, വിമാനത്തിലെ ആ പെൺകുട്ടി എന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ കണ്ണുകൾ വിടർന്നു, മുഖത്ത് അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. കുഞ്ഞേ, നീ ജീവിച്ചിരിക്കുന്നു. അയാളുടെ ശബ്ദം പ്രായത്തിന്റെ അവശതയിൽ വിറച്ചിരുന്നു. അവർ ഒന്നും സംസാരിക്കാതെ കുറേ നേരം നിന്നു. വാക്കുകൾക്കതീതമായ ഒരു ബന്ധമായിരുന്നു അത്. ഒന്ന്, ജീവൻ തിരികെ നൽകിയാൾ. മറ്റൊന്ന്, അത് സ്വീകരിച്ചാൾ. കൃതജ്ഞതയുടെയും സ്നേഹത്തിന്റെയും ഒരു നിശ്ശബ്ദമായ പ്രവാഹം അവർക്കിടയിലൂടെ കടന്നുപോയി. മറ്റു 2 പേർ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ദുഃഖം തോന്നി. ആ മരംവെട്ടുകാരന്റെ ചെറിയ വീട്ടിലിരുന്ന് അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു. അവളെ ആദ്യമായി കണ്ടപ്പോൾ ഒരു വനദേവതയാണെന്ന് തെറ്റിദ്ധരിച്ചതും പിന്നീട് സത്യം മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായ അത്ഭുതവും ഒക്കെ അയാൾ ഓർത്തെടുത്തു. അന്ന് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നയാൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ജൂലിയന്റെ കണ്ണുകൾ നിറഞ്ഞു. ജർമ്മനിയിൽ തിരിച്ചെത്തിയ ശേഷവും ജൂലിയൻ തന്റെ ശാസ്ത്രലോകത്ത് സജീവമായി. പെറുവിലെ പാങ്ക്വാന എന്ന പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറായി അവൾ ചുമതലയേറ്റു. അതവരുടെ മാതാപിതാക്കൾ സ്ഥാപിച്ച ഒരു റിസർച്ച് സ്റ്റേഷനായിരുന്നു. ഒരു കാലത്ത് തനിക്ക് പേടിസ്വപ്നങ്ങൾ സമ്മാനിച്ച അതേ ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കുക എന്നത് അവൾ തന്റെ ജീവിത ദൗത്യമായി ഏറ്റെടുത്തു. അവളൊരു പുസ്തകമെഴുതി, വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ. ആ പുസ്തകത്തിൽ അവൾ തന്റെ കഥ പൂർണ്ണമായി ലോകത്തോട് പറഞ്ഞു. അതൊരു അതിജീവനത്തിന്റെ കഥ മാത്രമല്ലായിരുന്നു, അതൊരു പ്രകൃതിപാഠവും കൂടിയായിരുന്നു. മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും പ്രകൃതി എത്ര ശക്തയാണെന്നും ആ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിച്ചു. കാടിനെ സ്നേഹിക്കാനും അതിനെ ബഹുമാനിക്കാനും അവൾ ലോകത്തോട് ആവശ്യപ്പെട്ടു. അവളുടെ കഥ തലമുറകൾക്ക് ഒരു പ്രചോദനമായി മാറി. പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ ജൂലിയൻ കോപ്കയുടെ ജീവിതം പലർക്കും ഒരു വഴികാട്ടിയായി. 10,000 അടി മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടും കാടിന്റെ നടുവിൽ 11 ദിവസം ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഒരു പെൺകുട്ടി. അവളുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇന്നും ജൂലിയൻ കോപ്കെ, ഇപ്പോൾ ജൂലിയൻ ഡില്ലർ, ജർമ്മനിയിൽ ജീവിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞയായി, ഒരമ്മയായി, ഒരു മുത്തശ്ശിയായി. ഇടയ്ക്കിടെ അവൾ പെറുവിലേക്ക് യാത്ര ചെയ്യുന്നു, തന്റെ പാങ്ക്വാനയിലേക്ക്. അവിടെ ആമസോണിന്റെ ഹൃദയത്തിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾക്കിടയിലിരിക്കുമ്പോൾ അവൾ ഒരുപക്ഷേ തന്റെ അമ്മയെ ഓർക്കുന്നുണ്ടാവാം. തന്നെ ജീവിപ്പിച്ച ആ കാടിന് നന്ദി പറയുന്നുണ്ടാവാം.